ഓ രാമാ രക്ഷിക്കണേ. എന്തുവാ അച്ഛമ്മ രാവിലെ തന്നെ വെളുപ്പാങ്കാലത്ത്? നീ എന്തോ വെട്ടം കാണിച്ചോണ്ട്? ഡീ 4 മണിയായിട്ട് നീ അപ്പൊ ഉറങ്ങില്ലയോ? നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ട് വരാം. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവാ. ഫോണെങ്ങാണ്ട് അടിച്ച്. പിന്നെ അച്ഛമ്മയെ എണ്ണിപ്പിക്കാന്ന് വിചാരിച്ചു. സമയം 4 മണിയായില്ലേ. ഞാൻ തുണിയുടെ കൂടെ എത്ര വട്ടം ഈ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. എടോ ഞാനത് അറിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ഊഴിയിട്ടത്. അതിനകത്ത് നനഞ്ഞ തുണി ഉണ്ടായിരുന്നോ? എടി അമ്മ വിളിച്ചോ? എന്തോ അമ്മേ? നീ ഇങ്ങോട്ട് വന്നേ. എൻ്റെ കാപ്പി അങ്ങ് തീർന്നു. ഇച്ചിരിയുടെ കാപ്പി ഇങ്ങ് ഒഴിച്ചുകൊണ്ട് വാ. എന്തോ മോനോട് കുശുകുശുക്കുന്നു. എന്തുവാ എനിക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തക്കുത്തരവാ. അതല്ല, എൻ്റെ പെണ്ണുമ്പിളെ കണ്ട അവളും പഠിക്കുന്നത്. കൊച്ചും 24 മണിക്കൂർ ഫോണിൽ കുശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാത്രം ആരെയാ വിളിക്കുക? കെട്ടിക്കയറി വന്നിട്ട് 10-25 കൊല്ലമായി. ഇപ്പോഴും അവിടെ വിളി കഴിഞ്ഞില്ല. നീ ഇനിയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അമ്മയ്ക്ക് എപ്പോഴും അവളുടെ കുറ്റമേ ഉള്ളോ പറയാന്? അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനം എടുത്തല്ലയോ നമ്മൾ ആ കൊച്ചിനെ കെട്ടിച്ച് വേണ്ട വിട്ടത്. എന്നാലും അവളെക്കുറിച്ച് എപ്പോഴും അങ്ങ് കുറ്റം പറയണം. എൻ്റെ എന്തെല്ലാം വാർത്തയാ. ചായ വന്നോ? എടീ രമേ, എത്ര വർഷമായി നീ കല്യാണം കഴിച്ചിട്ട്? 10-25 വർഷമായില്ലേ കെട്ടി കയറി ഇങ്ങോട്ട് വന്നിട്ട്? ഇപ്പോഴും നിനക്കറിയത്തില്ല ഞാൻ മധുരമില്ലാത്ത കാപ്പിയാ കുടിക്കുന്നേന്നുള്ളത്? ഉള്ള മധുരം എല്ലാം കൂടെ കലക്കിക്കൊണ്ട് വന്നേക്കുന്നവള്. അതെങ്ങനെ എന്നെ പെട്ടെന്ന് മേപ്പോട്ട് എടുക്കണ്ടായോ? അതില്ലേ നിന്റെയൊക്കെ ആഗ്രഹങ്ങള്? കുഞ്ഞിനെ ഒന്ന് വിളിക്കട്ടെ. കണ്ണങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. മക്കളെ, മോളോട് എന്നെ കുറിച്ചായിരിക്കും കുശുകുശു. എന്നാ ഇങ്ങോട്ട് വരുന്നത്? കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ അടച്ചില്ലയോ? പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട്. ഞാനങ്ങ് മറന്നുപോയി, അവർ കോളേജിലാന്ന്. പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വാ. എത്ര നാളായി കണ്ടിട്ട്? വരുവോ? ആണോ? അയ്യോ, എനിക്ക് കണ്ണ് കൊതിച്ചിരിക്കുവാ കൊച്ചുമക്കളെ കാണാഞ്ഞ്. ഇവിടുത്തെ അവളുണ്ട്. ഇവിടുത്തെ പെണ്ണ് പോയി. ഇപ്പൊ കോളേജ് കഴിഞ്ഞ് വരും. അയ്യോ, കോളേജിലാണെങ്കിലും ആ തള്ളയുടെ അതേ സ്വഭാവമാണ്. എപ്പോഴും ഫോണിൽ കുശു. ആണോ? മോൾ അടുത്ത ആഴ്ച വാ കേട്ടോ. അമ്മ ഒഴിയോ ഉണ്ടാക്കി വെക്കും. അമ്മ മോൻ ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി വെക്കും. ശരി മക്കളെ. എന്തോ അമ്മേ? ഞാൻ മോളെ വിളിച്ചാടി. അവൾ അടുത്ത ആഴ്ച വരുന്നുണ്ടെന്നാ. വരുന്നോ? വരട്ടെ അവള്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആ കേക്കും മുറുക്കും ഒക്കെ നീ ഉണ്ടാക്കി വെക്കണേ. ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ്, എന്നാലും എനിക്കങ്ങ് വയ്യ. നിനക്കറിയത്തില്ലയോ? മുറുക്കോ? അമ്മ മുറുക്കൊക്കെ ഉണ്ടാക്കിയാലേ രുചി. എനിക്കും അതാ ഇഷ്ടം. പിന്നെ മോള് വരുന്നതിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കണമായിരിക്കും. ഉണ്ടാക്കാനുള്ളതിന് കളവയ്ക്ക് ഇവൻ അശ കെട്ടുന്നു. രമേ, ഇങ്ങോട്ട് പാടി. എവിടെ? അപ്പുറത്ത് കുടിച്ചിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര അടി നടക്കും. നമുക്കൊന്ന് കേൾക്കാം. അയ്യോ, ഞാനൊന്ന് നോക്കട്ടെ. നിക്കടി, എന്നെക്കാട്ട് മുമ്പേ അവൾ അങ്ങ് ഓടുക. നിക്കടി അവിടെ. അടിയായോ? പെട്ടെന്ന് അടിയായിരുന്നു. ഒന്നും കാണുന്നില്ല. അതാണ്ട് അപ്പുറത്ത് വഴക്ക് നടക്കുന്നതിന് അമ്മയും അച്ഛമ്മയും കൂടെ അങ്ങോട്ട് പോയി. ജോലിക്ക് പോവാൻ സമയമായി. എന്ത് പാടി? എന്തിനാ ഇവിടെ കിടന്ന് അമർന്നേ? എവിടെ പോയി അവര്? ഓഹോ, അങ്ങോട്ട് പോയോ? നോക്കട്ടെ. രമ നിക്കടി, എനിക്ക് കാല് വയ്യ ഓടി വരാന്. എന്തുവാ അടി? ഇവിടെ കയറാല്ലേ പറഞ്ഞത്? വഴക്കൊക്കെ അവിടെ നിൽക്കും. കയറ. എടാ, അപ്പുറത്തെ എന്തുവാന്നറിയത്തില്ല, വഴക്ക് നടക്കുന്നു. ഞങ്ങളൊന്ന് കേട്ടിട്ട് വരട്ടടാ. പഴയ കാലമാണോ? നമുക്കറിയണ്ട. നമ്മളോടല്ലേ എന്തെങ്കിലും പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ വന്ന് ചോദിക്കുന്നത്. ഒരു വഴക്ക് നടക്കുമ്പോൾ അവനവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ മതി. നാളെ അവിടെ ആണെങ്കിൽ ഇന്ന് ഇവിടെ ആയിരിക്കും വഴക്ക്. ഇവിടെ കയറി രണ്ടുപേരും. എടി രമേ, നമുക്ക് നാളെ സുശീലയോട് ചോദിച്ചറിയാം. ഈ പെണ്ണെന്തോ നീ കിടന്ന് കിണിക്കുന്നത്? രണ്ടുപേരും ഡി ഇവിടെ കയറടി. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ഇങ്ങോട്ട് കയറടി ഇങ്ങോട്ട്. ഈ ചേട്ടൻ വിളിച്ചു. അമ്മയെ കൊല്ലുമോ? ഇനി എന്നെ കൊല്ലും. അപ്പുറത്ത് അടി എന്തുവാന്നും കേൾക്കുന്നില്ല. ഓനെ അടിച്ചു പിരിഞ്ഞനെ. ഇനിയും കയറിപ്പോവാ.
ശരി ഈ അമ്മ പറഞ്ഞു ഈ പെണ്ണെന്തോനെ ഇരുന്ന് കോണക്കണാന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും. എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? കുശുമ്പാച്ച, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വന്നില്ലേ, ഇപ്പൊ അപ്പുറത്തെ വിശേഷങ്ങൾ കേൾക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ, അതിന്റെ കുശുമ്പാ. എന്തായാലും ഈ കാര്യത്തിൽ രണ്ടുപേർക്കും നല്ല ഒത്തൊരുമ മോളെ, അമ്മായിമ്മയ്ക്കും മരുമോക്കും. അവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുക, അല്ല അവക്ക് ജോലിയും കൂലിയും ഒന്നും ആയിട്ടൊന്നും കെട്ടിപ്പൊന്നും നടക്കത്തൊന്നുമില്ല. അവളെ കെട്ടിക്കാൻ സമയമാകുമ്പോഴേ ഞാൻ കെട്ടിച്ചോളാം. നിങ്ങൾ അച്ഛനും മോളും ഇരുന്ന് ചിരിച്ചാലും അമ്മ പറഞ്ഞ സത്യം, ഈ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നല്ല. ഈ പെണ്ണ് ജോലിക്ക് പോയിട്ടൊന്നും എനിക്ക് 4 കാശ് വിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. യോ എന്റെ ദോഷ. പിന്നെ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോലും വെച്ചാ എനിക്കൊരു 10-26 വയസ്സായിട്ട് മതി കല്യാണം. അത്ര നിർബന്ധമാണെങ്കിൽ അച്ഛമ്മയും അമ്മയും കൂടെ പിടിച്ച് ആരെങ്കിലും കൂടെ അങ്ങ് കെട്ടിക്ക് വിടുക അച്ഛൻ. ഞാനിപ്പോഴും അച്ഛൻ്റെ കുഞ്ഞല്ലയോ. മക്കളെന്നും എനിക്ക് കുഞ്ഞു മോള് തന്നെ. ഇത്രേ ഉള്ളൂ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.